കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12 കാലങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. 12 ഡിവൈഡ് ചെയ്ത് പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ, ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, പ്ലസ് V1 പ്ലസ് ING. ഇപ്പോൾ ഉദാഹരണത്തിന് 8 വ്യക്തികളുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ 8 സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഐ ചേർത്ത് പറയാം. ഐൻ്റെ കൂടെ ഒരിക്കലും ആർ ചേർക്കത്തില്ല, ഈസും ചേർക്കത്തില്ല. പിന്നെ ആരാണ് വരുന്നത്? ആമാണ്. ആമോ ഈസോ ആറോ വന്നാൽ അതിൻ്റെ കൂടെ ING ഫോം ഉണ്ടെന്ന് എപ്പോഴും ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഓർക്കുക. ആമോ ഈസോ ആറോ വന്നാൽ എപ്പോഴും ഐ. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ റൈറ്റിംഗ് എന്ന് പറയില്ല, അത് തെറ്റാണ്. ഐ ആം റൈറ്റിംഗ് എന്നേ പറയൂ. മനസ്സിലായല്ലോ? അതാണ് സായിപ്പന്മാരുടെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഐ ആം റൈറ്റിംഗ്, അല്ലെങ്കിൽ ഐ ചേർത്ത് ഐ മാറ്റി പറയുമ്പോൾ എങ്ങനെയാണ്? ഐ റൈറ്റ് എ ലെറ്റർ എന്നേ പറയൂ. അത് സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പോൾ ടെൻസുകൾ കൃത്യമായിട്ട് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇപ്പോൾ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഇതിൻ്റെ അർത്ഥം, ഞാൻ സിമ്പിൾ പ്രസൻറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലെറ്റർ എഴുതുന്നു. പക്ഷേ എനിക്ക് ആവശ്യം, എൻ്റെ അടുത്ത് വീണ്ടും ഒരാൾ ഫോൺ വിളിച്ചാൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോൾ ഞാൻ പറയാം ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക എന്നാണ് അവിടുത്തെ ആൻസർ ഞാൻ പറയേണ്ടത്. അപ്പോൾ ഞാൻ ഐ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ ഞാൻ പറയേണ്ട സെൻറ്റൻസ് എന്താണ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അർത്ഥം മനസ്സിലാക്കി ടെൻസ് പഠിക്കുക. ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വേർഡാണ് ആമീസാർ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി നിങ്ങൾക്ക് തന്നെ എൻ്റെ സഹായം ഇല്ലാതെ വായിച്ചു നോക്കാമല്ലോ, ഇതിനർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. യു വരുമ്പോൾ നീ എഴുതിക്കൊണ്ടിരിക്കുന്നു, വി ആവുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ? ദേ ആവുമ്പോൾ കണ്ടോ, അതിൻ്റെ കൂടെ ദേ ഈസ് പറയത്തില്ല, ദേ ആമ് പറയത്തില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ആമോ ഈസ് ആറോ ചേർക്കുക. അതുപോലെ തന്നെ ഹി ഈസ് റൈറ്റിംഗ്, അല്ലാതെ ഹി ആമെന്ന് പറയത്തില്ല. അപ്പോൾ ഈ 8 വ്യക്തികളുടെ കൂടെ ഇതാരാണോ വരേണ്ടത് അത് പ്ലസ് V1 ഫോം ചേർത്ത് ING ചേർത്ത് പറയുക. പിന്നെ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ? ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നു, തിന്നുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥമാണ് വരേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസിൽ വേണം പറയാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതേപോലെ ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഈസ്, അവൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ്, അവൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ്, ഇതെന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ എൻ്റെ പേരായത്, അതുകൊണ്ട് ഷൈജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈ രീതിയിൽ നിങ്ങൾ വായിച്ച് പഠിക്കുക, പല സെൻറ്റൻസുകളും ഇട്ട്.